നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ മറ്റ് പത്നിമാരെ കുറിച്ച് ഇനി അങ്ങോട്ട് പറയാൻ പോവുകയാണ്. അവരെയൊക്കെ കല്യാണം കഴിക്കാനുണ്ടായ ഒരു കാരണം പറയുകയാണ്. തത്ര ക്രീഡൻ അപി ച യമുനാ കൂല ദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരം അഗമഃ ഖാണ്ഡവ പ്രീണിത അഗ്നിഃ ഭ്രാതൃത്രസ്താം പ്രണയ വിവശാം ദേവ പൈതൃഷ്വസേയീം രാജ്ഞാം മധ്യേ സപദി ജഹൃഷേ മിത്രവിന്ദാം അവന്തീം. ഇവിടെ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ ഭഗവാൻ അർജുനനോടൊന്നിച്ച് അങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കെ ഇവർ രണ്ടുപേരും പുറത്ത് വെറുതെ ഇങ്ങനെ പോയ സമയത്ത് അപിച്ച അപ്പോൾ തത്ര ക്രീഡൻ ആ ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്നപ്പോൾ അവിടെ യമുനാ തീരത്തിൽ മൃഗയാ വിനോദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ, അതാണ് തത്ര ക്രീഡൻ എന്നാൽ രണ്ടുപേരും അർജുനനും കൃഷ്ണനും കൂടെ യമുനാ തടത്തിലുള്ള ആ ഒരു കാടുകളിൽ അങ്ങനെ മൃഗയാ വിനോദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ യമുനാ കൂല ദൃഷ്ടാം ആ നായാടി കഴിഞ്ഞ് കുറച്ചു നേരം അങ്ങനെ വിശ്രമിക്കാനിരിക്കുമ്പോൾ കുറച്ച് അകലെയല്ലാതെ ഒരു സുന്ദരി ഇവരെ തന്നെ നോക്കുന്നതായിട്ട് അല്ലെങ്കിൽ അവിടെ കണ്ടു. ആ ഒരു സുന്ദരിയെ കണ്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അറിയാം അതാരാണ്, എന്തിനാണ് നിൽക്കുന്നതെന്നൊക്കെ അറിയാം. എന്നാലും ഒന്നും അറിയാത്തതുപോലെ അർജുനനോട് പറഞ്ഞു, അവിടെ ഒരു സുന്ദരി നിൽക്കുന്നുണ്ട്, നീ ഒന്ന് പോയി ചോദിക്കൂ അവൾ ആരാണ്, എന്തിനാണ് അവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അർജുനൻ പോയി ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ സൂര്യപുത്രിയായ കാളിന്ദിയാണ്. ഞാൻ എത്രയോ കാലമായിട്ട് ആ ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമായ കൃഷ്ണനെ തന്റെ ഭർത്താവായിട്ട് സ്വീകരിക്കണമെന്ന ആഗ്രഹത്തിൽ ഒരു തപസ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുകയാണ്. എന്നെങ്കിലും എനിക്കത് സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇവിടെ എൻ്റെ അച്ഛനാണ് എനിക്കിങ്ങനെ ഒരു ഗൃഹം ഇവിടെ ഒരുക്കി തന്നത്, അങ്ങനെ ഞാൻ ഇങ്ങനെ കഴിയുകയാണ് എന്ന് പറഞ്ഞു. ഇത് അതുപോലെ അർജുനൻ ഭഗവാനെ പറഞ്ഞ് ബോധിപ്പിച്ചു. അപ്പൊ ഭഗവാൻ ഇതൊന്നും അറിയാത്തതൊന്നുമല്ല. അങ്ങനെ പോയി കാളിന്ദിയെ സ്വീകരിച്ചു. അതാണ് താം കാളിന്ദീം ഗൃഹീത്വ. അങ്ങനെ ആ കാളിന്ദിയെ സ്വീകരിച്ചിട്ട് അങ്ങനെ അവളെ പരിഗ്രഹിച്ചു, കല്യാണം കഴിച്ചു. ഇത് കഴിഞ്ഞിട്ട് പറയുന്നത് ഖാണ്ഡവ ദഹനം, ഖാണ്ഡവം എന്ന ആ ഒരു കാടിനെ ദഹിപ്പിച്ച കഥയാണ് പറയുന്നത്. ഇതും മഹാഭാരതത്തിലുള്ള ഒരു കഥയാണ്. ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ വന്നിട്ട് വന്നത് അഗ്നിദേവനാണ്. അഗ്നിദേവൻ ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഖാണ്ഡവ വനം ദഹിപ്പിക്കണം. അപ്പൊ അതിന് കാരണമായിട്ട് പറഞ്ഞത് ദുർവാസാവ് മഹർഷി ഒരു 12 മഹർഷിയുടെ ഒരു നേതൃത്വത്തിൽ 12 വർഷം തുടർച്ചയായിട്ട്
യാഗം നടത്തിയപ്പോൾ ഈ യാഗത്തിൽ ഹോമിക്കുന്ന ആ ഒരു നെയ്യ് മുഴുവൻ ഈ അഗ്നിയാണ് കഴിക്കുന്നത്. അങ്ങനെ നെയ്യ് കഴിച്ച് എനിക്കിപ്പോ അജീർണം വന്നിരിക്കുന്നു. അപ്പൊ ഇതൊന്നു മാറാൻ, എൻ്റെ ആ ഒരു പഴയ ഒരു ഊർജ്വസ്വലത എനിക്ക് തിരിച്ചു കിട്ടാൻ ഗാണ്ഡവ വനത്തെ എനിക്ക് ഭക്ഷണമാക്കണം, അതായത് അഗ്നിക്കിരയാക്കണം എന്നർത്ഥം. അപ്പൊ അതിന് തടസ്സമായി നിൽക്കുന്നത് ഇന്ദ്രനാണ്. അപ്പൊ ഇന്ദ്രൻ അങ്ങനെ തടസ്സം നിൽക്കാൻ കാരണം ഇന്ദ്രനെ ശരണം പ്രാപിച്ച തക്ഷകൻ ആ ഗാണ്ഡവ വനത്തിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അഗ്നി അത് നശിപ്പിക്കാൻ നോക്കുമ്പോഴൊക്കെ ഇന്ദ്രൻ അതികഠിനമായ മഴ പെയ്ച്ചിട്ട് അത് ഇല്ലാണ്ടാക്കുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സഹായം വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ ഒന്നുമില്ല, അതൊക്കെ തരികയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അഗ്നിദേവൻ വരുണദേവനെ വരുത്തിച്ചിട്ട് ആ സമയത്താണ് വരുണദേവനാണ് ഗാണ്ഡീവം എന്ന അതിവിശിഷ്ടമായ വില്ല് ഈ അർജുനന് കൊടുക്കുന്നത്. അതുപോലെ അമ്പൊടുങ്ങാത്ത ആവനാഴിയും കപിധ്വജമുള്ള ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള ആ ഒരു രഥമൊക്കെ കൊടുക്കുന്നത് ഈ ഒരു സമയത്താണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് അഗ്നിയോട് പറഞ്ഞു, ഇനി ധൈര്യമായിട്ട് ആ ഗാണ്ഡവ വനത്തെ ദഹിപ്പിച്ചുകൊള്ളാൻ പറഞ്ഞു. അപ്പം ഇന്ദ്രൻ പഴയതുപോലെ തന്നെ മുമ്പ് ചെയ്ത പോലെ തന്നെ മഴയൊക്കെ പെയ്യിച്ച് അവിടെ ഇല്ലാണ്ടാക്കി ആ അഗ്നി കെടുത്താൻ നോക്കിയെങ്കിലും അർജുനൻ തന്റെ അസ്ത്രപ്രയോഗം കൊണ്ട് അതിനെയൊക്കെ മറികടന്നിട്ട് അങ്ങനെ യഥേഷ്ടം അഗ്നി ആ ഗാണ്ഡവ വനത്തിനെ ദഹിപ്പിച്ചു. ആ ഗാണ്ഡവ വനം ദഹിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് ഏതാനും പേർ രക്ഷപ്പെട്ടിരുന്നു. അതിലൊരാളാണ് മയാസുരൻ. അതിന്റെ ഒരു നന്ദി പ്രകടനമായിട്ടാണ് മയാസുരൻ ആ ഇന്ദ്രപ്രസ്ഥത്തിൽ ആളുകൾക്ക് സ്ഥല ജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മായാസഭ ഉണ്ടാക്കി കൊടുത്തത് എന്നൊക്കെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഗാണ്ഡവ പ്രീണിത അഗ്നിഹി, ഗാണ്ഡവ ദാഹത്തിനായിട്ട് അഗ്നിയെ സഹായം ചെയ്തിട്ട്, അഗ്നിക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്ത് അഗ്നിയെ പ്രീതിപ്പെടുത്തിയിട്ട് പിന്നീട് നഗരം അഗമഹ, അതിനുശേഷം ഭഗവാൻ തന്റെ ദ്വാരകാ നഗരത്തിലേക്ക് തിരിച്ചുപോയി. ഇത് കഴിഞ്ഞിട്ട് പിന്നൊരിക്കൽ, ഹേ ദേവ ഭഗവാനെ, ഭ്രാതൃത്രസ്താം, ഭ്രാതൃ തന്റെ സഹോദരന്മാരെ പേടിച്ചിരുന്നവളും എന്നാൽ ഭഗവാനിൽ പ്രണയവിവശാം, ഭഗവാനിൽ അനുരക്തയായിരുന്നവളും ആയ പൈതൃഷ്വസേയും, ഇതും ഭഗവാന്റെ അച്ഛന്റെ പെങ്ങളുടെ മകളാണ്, വസുദേവരുടെ മറ്റൊരു പെങ്ങളുടെ മകളായിട്ടുള്ള അവന്തിയും മിത്രവിന്ദാം, അവന്തി രാജകുമാരിയുമായിട്ടുള്ള മിത്രവിന്ദയെ രാജ്ഞാം മധ്യേ, രാജാക്കന്മാർക്കിടയിൽ വെച്ച്, അതായത് സ്വയംവര പന്തലിൽ വെച്ചിട്ട് സപതി ജഗൃഷേ, അവളെയും അപഹരിച്ചു കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഭ്രാതാക്കന്മാർ വിന്ദനും അനുവിന്ദനുമാണ്. അവർ ദുര്യോധനന്റെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ടാണ് അവർ കൃഷ്ണന് കൊടുക്കാതെ അങ്ങനെ ഇരുന്നത്, കൃഷ്ണന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ലാതിരുന്നത്. അതേസമയം മിത്രവിന്ദ ഭഗവാനിൽ അത്രയും അനുരാഗവശയായിരുന്നു. അത് വസുദേവരുടെ പെങ്ങളുടെ മകളാണ്. അങ്ങനെ നോക്കിയ മുറപ്പെണ്ണ് തന്നെയാണ്. അതാണ് പൈതൃഷ്വസേയി എന്ന് പറഞ്ഞാൽ മുറപ്പെണ്ണായിട്ടുള്ള ആ അവന്തി രാജകുമാരിയായ മിത്രവിന്ദയെയും ഭഗവാൻ വിവാഹം ചെയ്തു. അങ്ങനെ ഇവിടെ ആദ്യം കാളിന്ദിയെ വിവാഹം ചെയ്തു. അത് കഴിഞ്ഞ് ഗാണ്ഡവ ദഹനത്തിന് അഗ്നിയെ സഹായിച്ചു, അർജുനനോടുകൂടി അഗ്നിയെ സഹായിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് ദ്വാരകയിലേക്ക് പോയി. അതേസമയം തന്നെ തന്നിൽ അനുരാഗവിവശയായിരുന്ന അച്ഛൻ പെങ്ങളുടെ മകളായിട്ടുള്ള അവന്തി രാജകുമാരിയായ മിത്രവിന്ദയെ വിവാഹം ചെയ്തു. ശ്ലോകം 3. തത്ര ക്രീഡന്ന വിജയമുനാകൂലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമ ഗാണ്ഡവ പ്രീണിതാഗ്നി
ഭ്രാതൃത്രസ്താം പ്രണയവിവശാം ദേവപൈതൃശ്വസേയീം രാജ്ഞാം മധ്യേ സപതി ജഹൃഷേ മിത്രവിന്ദാമവന്തീം. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. എല്ലാ മഹത്തുക്കളെയും ഗുരുജനങ്ങളെയും പൂർവികരെയൊക്കെ സ്മരിക്കുന്നു. അതുപോലെ ഗുരുവായൂരപ്പനെയും ഭട്ടതിരിപ്പാടിനെയും വ്യാസമഹർഷിയെ നമസ്കരിക്കുന്നു. കുലദേവത, കുടുംബദേവത, പരദേവത അവരെയൊക്കെ സ്മരിക്കുന്നു. ഭഗവത്ലീലകൾ തുടർന്നും കേൾക്കാം. നമുക്ക് ദശകം 81 ശ്ലോകം 3. ഇതിൽ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ സുഭദ്ര വിവാഹം അർജുനായിട്ട് നടന്ന ശേഷം ഇന്ദ്രപ്രസ്ഥത്തിൽ കുറച്ചു കാലം താമസിക്കുന്ന കാലത്ത് അർജുനോട് കൂടിയിട്ട് കാട്ടിൽ പോയി ചില മൃയാവിനോദങ്ങൾ, നായട്ട് പോലെയുള്ളതായ ലീലകളിലൊക്കെ ഇടപെട്ട് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യമുനാ നദിയുടെ കരയിൽ വെച്ച് ഒരു പെൺകുട്ടി തപസ് ചെയ്യണ കണ്ടു. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അവിടെ ചെന്നു അർജുനോട് പറഞ്ഞു, ചോദിക്കൂ, എന്താ കുട്ടി തപസ് ചെയ്യാനുള്ള കാരണം എന്നറിയണമല്ലോ. അർജുനൻ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് വിഷ്ണു ഭർത്താവായിട്ട് വരണമെന്ന് വിചാരിച്ച് തപസ് ചെയ്യുകയാണ്. അർജുനൻ വന്ന് ഭഗവാനോട് എന്ന് പറഞ്ഞു. ഭഗവാൻ പോയി തൻ്റെ ആ വിഷ്ണു രൂപം കാണിച്ചു കൊടുത്തു എന്നാണ് പറയണത് ഒരു ചില വ്യാഖ്യാതാക്കൾ. അതോടുകൂടി തന്നെ കാളിന്തി എന്ന് പേരുള്ളതായ പെൺകുട്ടി, അതായത് സാക്ഷാൽ കാളിന്തി നദി തന്നെയാണത്. സൂര്യപുത്രിയാണ്. നദി രൂപം പ്രാപിച്ച് ഭഗവാനെ പ്രാപിക്കുകയാണ്. ഇതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ശുഭമുഹൂർത്തത്തിൽ ആ കാളിന്തിയെ സ്വീകരിച്ച് തൻ്റെ പത്നിയാക്കി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. നഗരത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇവിടെ തിരിച്ചു വന്നു. അപ്പോഴാണ് അർജുനനും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തന്നെയായിരിക്കും തിരിച്ചു വന്നിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുക. അപ്പോഴാണൊരു വയസ്സായ ബ്രാഹ്മണൻ കാണാൻ വരുന്നതും ആ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ അഗ്നിദേവനാണ്, എനിക്ക് വിശപ്പ് നല്ലോണമുണ്ട്, ഈ വിശപ്പ് തീരാൻ തക്കതായി എന്തെങ്കിലും ചെയ്യണം, ഖാണ്ഡവവനം ദഹിപ്പിക്കാനുള്ളതായ സംവിധാനം ചെയ്യണം എന്നൊക്കെ അപേക്ഷിച്ചു ശ്രീകൃഷ്ണനോടും അർജുനനോടും. ആ ഭഗവാൻ അർജുനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ അർജുന, ഇതൊക്കെ ചെയ്തു കൊടുക്കൂ, നല്ല അനുഗ്രഹം കിട്ടും. കാരണം തൻ്റെ ഭക്തന്മാരെ കൊണ്ട് സത്കർമ്മം ചെയ്യിച്ച് അനുഗ്രഹം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് ഭഗവാന്റെ മറ്റൊരു ലീലയാണ്. അങ്ങനെ ഖാണ്ഡവവനം ദഹിപ്പിക്കാനുള്ളതായ എല്ലാ സംവിധാനവും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു അർജുനൻ. അങ്ങനെ ചെയ്തു കൊടുത്ത ശേഷം അവിടെ വച്ച് മയനെ രക്ഷിച്ചു, കാർക്കോടകനെയും രക്ഷിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഏതായാലും ഇന്ദ്രനാണ് അത്ര ഇതിന് തടസ്സമായത്. അപ്പോൾ ഇന്ദ്രൻ്റെ അഹങ്കാരം കൂടി തീർക്കാനുള്ളതായ ഒരു അവസ്ഥയും കൂടി ഉണ്ടായി അവിടെ. അങ്ങനെ ഖാണ്ഡവവനം ദഹിപ്പിച്ച് സ്വസ്ഥനായി തീരുന്ന അഗ്നിഭഗവാൻ സന്തോഷം കൊണ്ട് ഗാണ്ഡീവം എന്നുള്ളതായൊരു ദിവ്യമായ ധനുസ്സും അമ്പൊടുങ്ങാത്ത ആവനാഴിയും അഭേദ്യമായ കവചം, നല്ല ശക്തിയുള്ളതായ വെള്ളക്കുതിരകളെ പൂട്ടിയ ദിവ്യരഥം, ഇതൊക്കെ കൊടുത്തു അർജുനന്. നോക്കൂ ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത. തൻ്റെ ഭക്തനെ കൊണ്ട് സൽക്കർമ്മം ചെയ്യിച്ച് അനുഗ്രഹം വാങ്ങിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കാളിന്തിയെ സ്വീകരിച്ചു, ഖാണ്ഡവവനം ദഹിപ്പിക്കാനുള്ളതായി ഏർപ്പാടാക്കി. ആ മയനാണ് പിന്നീട് മയസഭ ഉണ്ടാക്കുന്നത് തന്നെ. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് മിത്രവിന്ദയെ വിവാഹം ചെയ്യുന്ന കഥയാണ് പറയുന്നത്. അവന്തി രാജ്യത്തിലെ രാജകുമാരിയും അതുപോലെ വസുദേവരുടെ സഹോദരിയായ
രാജാധി ദേവിയുടെ പുത്രിയുമായിട്ടുള്ളതായ മിത്രവിന്ദ. ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ഭഗവാനിൽ അതിയായ അനുരാഗമുണ്ട്. പക്ഷേ ആ മിത്രവിന്ദയുടെ സഹോദരന്മാരാണ് വിന്ദനും അനുവിന്ദനും. അവർ കൃഷ്ണഭഗവാനായിട്ടുള്ളതായ വിവാഹത്തിന് എതിരായിരുന്നു. പറയുന്നത് ദുര്യോധനൻ്റെ ഒരു പ്രേരണ ഉണ്ടായിരുന്നു ആ സഹോദരന്മാർക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. വിന്ദാനുവിന്ദന്മാർ മറ്റ് സഹോദര വിവാഹത്തിന് മേറെ ഏർപ്പാടാക്കി. ആ സമയത്ത് ഭഗവാൻ തന്നെ ആ സ്വയംവര മണ്ഡപത്തിൽ വന്ന് ബലാത്കാരമായിട്ട്, അത് ക്ഷത്രിയർക്ക് അനുവദിച്ചിട്ടുള്ളതാണ്, മിത്രബന്ധിയെ മറ്റു രാജാക്കന്മാർ നോക്കി നിൽക്കുമ്പോൾ തന്നെ അപഹരിച്ച് കൊണ്ടുപോയി വിവാഹം ചെയ്തു. അങ്ങനെ മിത്രവിന്ദയെ തൻ്റെ പത്നിയാക്കി തീർക്കുകയാണ്. എല്ലാ വീരകൃത്യങ്ങളും ഭഗവാൻ ചെയ്യുന്നുണ്ട്. തന്നെ ആശ്രയിക്കുന്നവരെ ഭഗവാൻ ഉപേക്ഷിക്കാറില്ല എന്നർത്ഥം. അപ്പം ഇവിടെ അർജുനനും അനുഗ്രഹം കിട്ടി ധാരാളം. ഇന്ദ്രൻ്റെ അഹങ്കാരവും ഇല്ലാതായി കുറേയൊക്കെ. കാരണം കാണ്ഡവനത്തിന് രക്ഷിച്ചു പോന്നിരുന്നത് ഇന്ദ്രനായിരുന്നു അത്രേ. അപ്പം അതുകൊണ്ട് ഇന്ദ്രൻ്റെ അഹങ്കാരം കളയാൻ കൂടി ഒരു ഉപാധിയാണിത്. പലവട്ടം കൃഷ്ണാവതാരത്തിൽ ഇന്ദ്രൻ്റെ അഹങ്കാരം കളയാൻ ഭഗവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും വരാൻ പോകുന്നുണ്ട്. കാരണം ഇന്ദ്രിയ സുഖങ്ങളിൽ രമിക്കുന്ന ആളാണത്ര ഇന്ദ്രൻ എന്ന് പറയാറുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യവും ബലവും ഒക്കെ വരുമ്പോൾ അഹങ്കാരം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അവരുടെ അഹങ്കാരം ഭഗവാൻ തന്നെ വേണം കളയാനായിട്ട് എന്നുള്ളതായൊരു അവസ്ഥ കൂടി ഉണ്ട്. അപ്പോൾ നമുക്കും ഇതൊരു ബാധകമാണ്. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാം ഈശ്വര അനുഗ്രഹമാണെന്ന ബോധത്തോട് കൂടിയിട്ട് ആനന്ദമായിട്ട് അനുഭവിച്ചോളും. ഈശ്വരനോട് എപ്പോഴും ഭക്തിയോടുകൂടി അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അത് നല്ലതാണെന്നർത്ഥം. ഏതായാലും മിത്രവിന്ദയെ കൊണ്ടുപോയി അദ്ദേഹം വിവാഹം ചെയ്ത കഥയാണ് ഇവിടെ 3-ാം ശ്ലോകത്തിൽ പറഞ്ഞത്. ഭഗവാൻ എല്ലാത്തിനും തയ്യാറാണ്. ഭക്തന്മാരുടെ കൂടെ എന്നും ഉണ്ടാവുകയും ചെയ്യും. ഹരിശരണം.